നമസ്കാരം. എൻ്റെ സർക്കാർ അഴിമതി വിരുദ്ധ സർക്കാരാണ്. അഴിമതികൾ തുടച്ചു നീക്കും. എവിടെ അഴിമതി കണ്ടാലും അത് വച്ചു പൊറുപ്പിക്കില്ല, ആരെന്ന് നോക്കില്ല, മുഖം നോക്കില്ല, നടപടിയെടുക്കും. അതാണ് ഇടതുപക്ഷ സർക്കാർ, അതാണ് പിണറായി സർക്കാർ എന്ന് ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ അഴിമതി ഇപ്പോഴും കൊടികുത്തി വാഴുന്നു. രാഷ്ട്രീയ തലത്തിൽ പോലും, ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ തലത്തിൽ നേതാക്കന്മാർ പോലും വൻ അഴിമതി കാണിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. ഇവിടെ ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുന്നതും എന്തിനു വേണ്ടിയാണ്? കൂടുതൽ അഴിമതി ഉണ്ടാക്കാനും പണം വാരാനും വേണ്ടിയാണ്. കേരളീയമായിരുന്നാലും ജനകീയ സദസ്സായിരുന്നാലും പിന്നെ രാജകീയ യാത്രയായിരുന്നാലും ഏത് പരിപാടിയും കൂടുതൽ പണം വലിച്ചു വാരി കൂട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ GST കമ്മീഷണറെ തന്നെ ആദരിച്ചത്. കൂടുതൽ പിന്നെ സ്പോൺസർമാരെ കണ്ടെത്തിയ ആള് എന്ന തരത്തിൽ. ആലോചിച്ച് നോക്കുക, ഒരു ഗവൺമെന്റിന്റെ ഗതികേട്, പരാജയം. പോട്ടെ, ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ അഴിമതി നമ്മൾ അപ്പോഴപ്പോൾ ഈ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ ട്രാപ്പിലാക്കി പിടികൂടുന്ന സമ്പ്രദായം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അഴിമതി കൈക്കൂലി കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ കൈയോടെ പിടിച്ച് അപ്പോൾ തന്നെ അവരെ അകത്താക്കുക, അങ്ങനെ സസ്പെൻഡും ചെയ്യും അവരെ, ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പറയുന്നത്, കണ്ട, അഴിമതി വെച്ചു പൊറിപ്പിക്കില്ല, വിജിലൻസിനെ കൊണ്ട് പിടിപ്പിക്കും, ഒരുത്തന്നെ അഴിമതി കാണിക്കരുത്, കൈക്കൂലി വാങ്ങിക്കുന്നവൻ കല്ലറയ്ക്കകത്ത് പോകും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ കൈക്കൂലി വാങ്ങിക്കുന്നവർ കല്ലറയ്ക്കകത്ത് പോകുന്നുണ്ടോ? ഇല്ല എന്നതാണ് നമുക്ക് വരുന്ന കണക്കുകൾ നോക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം 135ഓളം പേരെയാണ് ഇവരെ കൈക്കൂലിയിൽ പിടികൂടിയത്. അതിൽ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഇവരിൽ 135 പേരിൽ എല്ലാവരും തന്നെ തിരിച്ച് സർവീസിൽ കയറിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഇവരെ കൽത്തുറുങ്കിൽ അടയ്ക്കും എന്ന് പറഞ്ഞിട്ട് എന്തു പ്രയോജനം? കൈക്കൂലി വാങ്ങിക്കുന്നവനെ വച്ചു പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്തു കാര്യം? ഇതാ ഈ സസ്പെൻഷനിൽ ഇരിക്കുമ്പോൾ ഈ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പകുതി ശമ്പളം നൽകും. സസ്പെൻഷൻ കഴിഞ്ഞ് സർവീസ് കയറുമ്പോഴേക്കും ഇവർക്ക് ഈ പകുതി ശമ്പളം കൂടി ബാക്കി കൊടുക്കും. അപ്പോൾ വലിയൊരു തുക അവരുടെ കയ്യിൽ കിട്ടും. അതൊരു വലിയൊരു ആഘോഷമാക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വിശ്രമ സ്ഥലമാണ്, ഇടയ്ക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പെൻഷൻ റിവ്യൂ കമ്മിറ്റി എന്നുള്ളൊരു സംവിധാനമുണ്ട്. ഇവരെ തിരിച്ചെടുക്കണമെങ്കിൽ, അതായത് KSR നിയമം അനുസരിച്ച് ഈ സസ്പെൻഷൻ കുറെ കാലം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. അപ്പോൾ അവരുടെ പേരിലെ കുറ്റങ്ങൾ വിചാരണ ചെയ്ത് അവരൊക്കെ തീർപ്പാക്കണം. അപ്പോൾ അതിനു മുമ്പ് കുറ്റപത്രം കൊടുക്കുമ്പോൾ അവരൊക്കെ സർവീസ് കയറ്റിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ നിയമം അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചു കയറുമ്പോൾ തന്നെ ഈ പെൻഷൻ റിവ്യൂ കമ്മിറ്റി പറയുന്നത് ഇവർക്ക് ഉയർന്ന തസ്തികകൾ കൊടുക്കരുത്, ഉയർന്ന പദവികൾ കൊടുക്കരുത്, ഇവരുടെ കുറ്റം ഇവർ കൈക്കൂലി വാങ്ങിച്ചവരാണ്, അതുകൊണ്ട് കൂടുതൽ ഉയർന്ന ശമ്പളം, കൂടുതൽ കൈക്കൂലി വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പദവികളിലേക്ക് കൊടുക്കരുതെന്നാണ്. പക്ഷേ ഇവരെ എല്ലാം തിരിച്ചു കയറ്റുമ്പോൾ ഈ ഇടതുമുന്നണി ഗവൺമെന്റ് അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്കെല്ലാം ഉയർന്ന തസ്തികകൾ കൊടുത്ത് തിരിച്ച് സർവീസിൽ കയറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മാറ്റവുമില്ല, അങ്ങനെയാണ് പോയിരിക്കുന്നത്. പിന്നെ ഇവർക്കെതിരെ പിന്നെ ഈ വകുപ്പ് തല അന്വേഷണം വേണമെന്ന് നിയമമുണ്ട്, KSR നിയമമുണ്ട്. അങ്ങനെ ഈ കൈക്കൂലി വാങ്ങിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തും. വകുപ്പ് തല അന്വേഷണം നടത്തിയിട്ട് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം. പ്രോസിക്യൂട്ട് ചെയ്ത് ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തണം. എന്നാൽ മാത്രമേ ഇവരെ ശിക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ വകുപ്പ് തല അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കും. റിപ്പോർട്ട് കൊടുത്തിട്ട് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിൻ്റെ അനുവാദം വേണം. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിൻ്റെ അനുവാദം വേണം. അങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇവരുടെ പേരിൽ അന്വേഷണം നടത്തി കുറ്റപത്രം തയ്യാറാക്കിയിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചുകൊണ്ട് സർക്കാരിന് ഫയൽ അയക്കും. പക്ഷേ ഈ ഫയലെല്ലാം പൂഴ്ത്തി വയ്ക്കുകയാണ് പതിവ്. ഇപ്പോഴും പൂഴ്ത്തി വച്ചിരിക്കുകയാണ്. ഒരൊറ്റ കേസ് പോലും ഇതുവരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം ഈ സർക്കാർ കൊടുത്തിട്ടില്ല. അതാണ് കാണുന്നത്. കാരണം ഇതിനകത്ത് കൂടുതലും വരുന്നത് CPM അനുഭാവമോ CPI അനുഭാവമോ ഉള്ള ജീവനക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുവാദം കൊടുക്കുന്നില്ല. എന്നിട്ടാണ് പറയുന്നത് അഴിമതിക്കാരെ വച്ചു പൊറുപ്പിക്കില്ല, ഞങ്ങൾ അഴിമതിക്കെതിരെ ഉള്ള സർക്കാരാണ് എന്ന് പറയുന്നത്. എന്ത് പൊള്ളത്തരമാണ് ഈ സർക്കാർ പറയുന്നത് എന്ന് ഇനിയെങ്കിലും ഈ പ്രേക്ഷകർ, ജനങ്ങൾ മനസ്സിലാക്കുക.